ഇടുക്കി കട്ടപ്പനയിൽ വ്യാജ ഫോൺ കോൾ തട്ടിപ്പിലൂടെ അസം സ്വദേശിക്ക് നഷ്ടമായത് 22,000 രൂപ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ചിത്രമുള്ള വ്യാജ ഐഡിയിൽ നിന്നും സഹായ വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ്. ഈ മാസം 3-ാം തീയതിയാണ് അസം സ്വദേശി പ്രദീപ് കണ്ടുലോനയുടെ മകനും ഭാര്യയും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ചിത്രമുള്ള വ്യാജ ഐഡിയിൽ നിന്നും ഹിന്ദി ഭാഷയിൽ വാട്സപ്പ് സന്ദേശം ലഭിച്ചത്. പണത്തിനാവശ്യമുണ്ടെങ്കിൽ സഹായിക്കാമെന്നായിരുന്നു വാഗ്ദാനം. വാട്സപ്പ് സന്ദേശം വിശ്വസിച്ച ഇവർ തങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. തുടർന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചതായും പണം ലഭിക്കണമെങ്കിൽ 6,000 രൂപ നൽകണമെന്നും സന്ദേശമെത്തി. പ്രദീപിനെ അറിയിക്കാതെ ഭാര്യയും മകനും ചേർന്ന് പല തവണകളായി 22,000 രൂപയാണ് നൽകിയത്. അപ്പം സാറ് നിങ്ങൾ നമുക്ക് സഹായിക്കാനുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപ നമുക്ക് തന്ന മതി, നമ്മൾ വീട്ടിൽ ഇച്ചിരി ഉണ്ടാക്കാൻ പോവുക അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ പറഞ്ഞു അപ്പം ശരി, അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളെ ഒരു 6,000 രൂപ ആദ്യമേ ഇങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം എന്തോ ഒരു ടാക്സൊക്കെ പറഞ്ഞു. അപ്പോൾ 6,000 രൂപ അയച്ചു കൊടുത്തു. 10,000 രൂപ അയച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ 22,000 രൂപ മൊത്തം അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അമ്മാർ വീണ്ടും വിളിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വിളിച്ചിട്ട് കുറേ വോയിസ് മെസ്സേജൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പം ആ പൈസ പോയി. ഫോണിലൂടെ വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ പ്രതികരിക്കാതിരുന്ന തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും ഇവർ പറയുന്നു. സംഭവത്തിൽ കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൈരളി ന്യൂസ്, ഇടുക്കി.